Ishu. How are you? Fine. Take your seat. Thank you, ma'am. Please go through, ma'am. He's perfectly alright, Ishu. ഇപ്പൊ വരുന്ന ഒരു കുഴപ്പമില്ല. ഇപ്പൊ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം. Oh, thank you, ma'am. But one thing, അയാളെ കുറച്ചു ദിവസത്തേക്ക് നല്ലോണം കെയർ ചെയ്യണം. വരുണിന്റെ കൂടെ ഉണ്ടായിരുന്ന അമ്മയച്ഛനും ആക്സിഡന്റിൽ കൺമുന്നിൽ തന്നെ മരിച്ചത് കാരണം ഡീപ് ഷോക്കായി 2 മാസം കൊണ്ട് അൺകോൺഷ്യസ് ആണ്. ഇപ്പോ റിക്കവർ ആയിട്ടുണ്ട്. ഇങ്ങനെ സ്പ്രോളോക്ക് വന്ന വരുണിന് പ്രീവിയസ് ആയിട്ട് നടന്ന ഒരു കാര്യം ഓർമ്മയില്ല. ഈ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തത്, റിക്കവർ ആയത്, ഒന്നും തന്നെ അവന് ഓർമ്മയില്ല. നിങ്ങൾ അവനെ കുറച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എപ്പോ വേണമെങ്കിലും ആ ഓർമ്മകളെല്ലാം അവന് തിരിച്ചു വരാം. ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി പറ്റി ആലോചിക്കുമ്പോൾ തന്നെ അവന്റെ ബ്രെയിനിന് ഇതെല്ലാം അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് അവന്റെ ജീവന് തന്നെ അപകടമാണ്. സോ ബി കെയർഫുൾ അബൌട്ട് ഹിസ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഏത് അവസരത്തിലും എന്നെ വിളിക്കാം. അയാളെ നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിട്ട് വയ്ക്കാൻ ട്രൈ ചെയ്യണം. I'll take care of him completely. Okay, doctor. Thank you so much for your cooperation. വരുണിന്റെ അടുത്ത് പോകാമോ? Okay. വാട്ട് ഐഷു, ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പ് ചെയ്യാനായിട്ട് ഇത്ര സമയമോ? നിനക്ക് വേണ്ടി ഞാൻ 2 hours വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. സോറി വരുൺ, ഡോക്ടർ മാഡം റൗണ്ട്സിന് പോയതുകൊണ്ട് ലേറ്റ് ആയി അല്ലേ മാം? കം ലെറ്റ്സ് ഗോ. മാം വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് മാം. എന്നാ ഞങ്ങൾ ഇറങ്ങാം. വരുൺ കം. ബൈ മാം. ടേക്ക് കെയർ. ഹേ വരുൺ, ഗുഡ് മോർണിംഗ്. ഹേ ഗുഡ് മോർണിംഗ്. എന്ത് ചെയ്യുന്നു? ഇരിക്ക ഐഷു, ജസ്റ്റ് ഓഫീസ് വർക്കാണ്. ഐ സി. ഹാവ് ജ്യൂസ്. താങ്ക് യു. വരുൺ ഡിയർ. എന്താ ഐഷു? ഐ ഹാവ് എ സ്മോൾ വിഷ് ഫോർ യു. പറയേ. യു സി 1 year ആയി നമ്മൾ റിലേഷൻഷിപ്പിലുണ്ട്. എപ്പോഴും നീ നിന്റെ വർക്കിലും ഞാൻ എന്റെ വർക്കിലും ബിസി ആയിട്ടുണ്ടാവും. നമ്മൾ രണ്ടുപേരും ചേർന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നേ ഇല്ല. ഇറ്റ്സ് ട്രൂ. വരുൺ, ഒരു 10 days നമുക്ക് രണ്ടുപേർക്കും എവിടെങ്കിലും ഔട്ടിംഗ് പോയിട്ട് വരാമോ? അടിച്ചു പൊളിച്ചിട്ട് വരാം. ജസ്റ്റ് മീ ആൻഡ് യു. വാട്ട് ഹാപ്പൻ വരുൺ? ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടായില്ലേ? അങ്ങനെയൊന്നും ഇല്ല ഐഷു. നീ എപ്പോ ചോദിച്ചാലും നിനക്ക് കുറെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ലേറ്റ് ആയിക്കൊണ്ടിരുന്നു. ഇപ്പൊ നീ തന്നെ ചോദിക്കുമ്പോ ഐ കാൻ സേ നോ. ദാറ്റ്സ് നൈസ് വരുൺ, താങ്ക് യു. സോ നാളെ രാവിലെ നമ്മൾ ഔട്ടിങ്ങിന് പോകുന്നു. This is our guest house, Aishu. Oh, beautiful house. Very good location. വരുൺ, ഞാൻ മനസ്സിൽ എങ്ങനെ വിചാരിച്ചോ ഈ വീടും ഈ പ്ലേസും അങ്ങനെ തന്നെ ഉണ്ട്. Thank you, dear. You're welcome. ഈ ഗസ്റ്റ് ഹൗസിൽ ഇവിടെ സ്വസ്ഥമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്, സിറ്റി ലൈഫ് ബോറടിക്കുമ്പോ ഇങ്ങോട്ട് വന്ന് ഞാൻ റിലാക്സ് ചെയ്യാനായിട്ട് ഓപ്ഷനിൽ എടുത്തതാണിത്. Oh, you have done a good job. വാ, ലഗേജ് എടുത്തോണ്ട് വരാം. Okay. വാ. ഐഷു, this is main hall. അങ്ങോട്ട് പോയാലാണ് ബെഡ്റൂം. Okay. Go and relax, okay? നീയും കൂടെ വരുന്നില്ലേ? ജീപ്പിൽ ഒരു ചെറിയ റിപ്പയർ ഉണ്ടായിരുന്നു. ഞാനത് നോക്കിട്ട് വന്നേക്കാം. You go and take rest, okay? I'll come later.
ഐഷു വിശക്കൊന്ന് പെട്ടെന്ന് വാ ഐഷു. കമ്മിങ് ഫുഡ് ഈസ് റെഡി. വിശപ്പെടുത്ത ചെറിയ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുന്നു. നല്ല വിശപ്പാ. ഇന്ന് ഞാൻ യൂട്യൂബ് കണ്ട് ഫസ്റ്റ് ടൈം എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതാ. നിനക്ക് ഇഷ്ടമെങ്കിലും ഇല്ലെങ്കിലും ഇനിയും കുറച്ച് തരട്ടെ. എങ്ങനെയായാലും ഇഷ്ടപ്പെട്ട് കഴിക്കണേ. ഓക്കെ? സാറിന് എന്താ ഇന്ന് ഇത്രയും വിശപ്പെടുക്കുന്നത്? ടൊമാറ്റോ, യുവർ ഫേവറേറ്റ് കറി. അതെന്താ കറി? ഉരുളക്കിഴങ്ങ്. ഇതും നിനക്ക് വളരെ ഇഷ്ടാ. ഓക്കെ. അതെന്താ കറി? ഇത് വെണ്ടയ്ക്ക ഫ്രൈ. സൂപ്പർ. ഇന്ന് എല്ലാം നിനക്ക് ഇഷ്ടമുള്ളതാ. മതി. വരുൺ, നമ്മള് ചെന്നൈന്ന് വരുമ്പോ എന്ത് നടന്നറിയോ? ആ വാട്ടർഫാൾസിൽ ഞാൻ കാല് ചേർക്കി വീഴായിരിക്കും. നിങ്ങൾ ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, വിശപ്പെടുക്കുന്ന സമയത്ത് പ്ലേറ്റിലെല്ലാം നിരത്തി വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് അതാ ഇതാന്ന് പറഞ്ഞ് സംബന്ധമില്ലാത്ത എല്ലാ കാര്യവും സംസാരിച്ച് സമയം വേസ്റ്റ് ചെയ്തോണ്ടിരിക്കും. ആ സമയം എനിക്ക് എന്തോരം ഇറിറ്റേറ്റിംഗ് ആണെന്ന് അറിയാവോ? അയ്യോ ശരി, ഞാൻ സംസാരിക്കുന്നില്ല. കഴിക്ക്. നീ കൂടെ കഴിക്കേ. എന്ത് പറ്റി വരുൺ? ഫുഡ് കൊള്ളൂല്ലേ? സോറി വരുൺ, നെക്സ്റ്റ് ടൈം നന്നായിട്ട് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം. സത്യമായിട്ടും. അങ്ങനെയൊന്നും ഒന്നുമില്ല ഐഷു, കറിയൊക്കെ ശരിക്കും അടിപൊളിയാണ്. ഇതെല്ലാം ഞാൻ ഇന്ന് ഒറ്റ ദിവസത്തിൽ തന്നെ കഴിച്ചാ ഓൾറെഡി 70 kg ഞാന് പെട്ടെന്ന് 100 റീച്ച് ആവുന്നതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കി തന്നാ എന്നെ കൊണ്ട് ഒരിക്കലും ഡയറ്റ് ഫോളോ ചെയ്യാൻ കഴിയില്ല. താങ്ക് യു ഡിയർ, ഫുഡ് കൊള്ളാന്ന് പറഞ്ഞതിന്. വരുൺ, എപ്പോഴാണെങ്കിലും ശരി വിശപ്പെടുത്താ ഡയറ്റിംഗ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്യരുത്. ആവശ്യമുള്ളത് കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യണം. ശരി ഡിയർ, നല്ലപോലെ കഴിച്ച് വണ്ണം വെച്ചിട്ട് ഡേ ആൻഡ് നൈറ്റ് ഞാൻ എക്സസൈസ് ചെയ്തോളാം. വിത്ത് യുവർ ലവ്ലി കോപ്പറേഷൻ. ഏത് ടോപ്പിക് എടുത്താലും അവിടെ തന്നെ എത്തും. കൊഴുപ്പ് കൂടി നിനക്ക്. കഴിക്ക്. ഓക്കെ വരുൺ, ഐ എം ഡൺ. ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വരാം. നീ ഫുഡ് വേസ്റ്റ് ചെയ്യാണ്ട് കഴിക്കണേ. ഓക്കെ, ആയിക്കോട്ടെ. വരുൺ, ഈ പ്ലേസും ഈ ക്ലൈമറ്റും എത്ര ശാന്തമായിട്ടുണ്ടല്ലേ. പക്ഷേ ഈ ഇരുട്ടത്ത് ഒത്തിരി പേടിയാവുന്നുണ്ട്. ഇരുട്ടൊരിക്കലും മനുഷ്യനെ പേടിപ്പിക്കില്ല ഐഷു. മനുഷ്യരാണ് ഇരുട്ടിനെ കണ്ട് പേടിക്കുന്നത്. നിനക്കൊരു കാര്യം അറിയാവോ ഐഷു? ഈ ഇരുട്ടൊക്കെ മനുഷ്യർക്ക് എന്താണ് പഠിപ്പിക്കുന്നതെന്ന്? ആവശ്യമുള്ള എല്ലാ കാര്യവും പഠിപ്പിക്കുന്നുണ്ട്. ഈ നേച്ചർ മുഴുവൻ ഇരുട്ടിലാണ് സംഭവിക്കുന്നതെന്ന് അറിയാവോ? വെളിച്ചത്തിൽ മാത്രം കാണാനായിട്ട് ശക്തി തന്ന ഈ ദൈവം ഉണ്ടല്ലോ, ഇരുട്ടിലും കൂടെ കാണാനുള്ള ശക്തി തന്നാ എത്ര നന്നായിരിക്കും എന്നറിയാവോ നിനക്ക്? അതുകൊണ്ട് തന്നെ രാത്രി എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. എന്റെ ചക്കരെ, കുറച്ചു നേരം നീ നിന്റെ പ്രസംഗം നിർത്തുന്നോ? നീ സംസാരിക്കുന്ന ചില വാക്കുകൾ എനിക്ക് ഒട്ടും മനസ്സിലാവുന്ന പോലും ഇല്ല. ആരെങ്കിലും ഒരു കാര്യം സത്യം പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ വെച്ചോ, അതിനെയൊക്കെ വേദാന്തം എന്നാണ് പറയുന്നത്. പിന്നെ ഇനി രാത്രി മുഴുവൻ സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യാൻ പോവുകയാണോ? ഞാൻ ഒത്തിരി ടയർഡായി. ഐ എം ഗോയിങ് ടു ബെഡ്. കം.
നിനക്ക് എന്ത് പറ്റി ഡിയർ? 1 മിനിറ്റ്, കുറച്ച് അൺഈസി ആയിട്ടുണ്ട്. വരുൺ 2 സെക്കൻഡ്സ് പോയിട്ട് വന്നേക്കാം ഐഷു. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യ് പ്ലീസ്. എന്താ വരുൺ, എന്റെ മൂഡെല്ലാം സ്പോയിൽ ആക്കി അറിയോ? ആ മൂഡ് കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് ഈ ബൂസ്റ്റ് അപ്പ്. റിയലി? യാ, യു ക്യാൻ ഹാവ് എ ടേസ്റ്റ് ഓഫ് ഇറ്റ്. ഐഷു, ഐഷു, ഐഷു. Wow. What is this, Varun? You always scare me. I hate you, man. ഈ മാസ്കും ഈ നൈഫും നിന്നെ കില്ലറെന്ന് ഞാൻ വിചാരിച്ചു അറിയോ? നീ എത്ര ധൈര്യമുള്ള പെണ്ണെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് ഐഷു. ഇതിനൊക്കെ പേടിച്ച എങ്ങനെ? ആരെങ്കിലും ഇങ്ങനെ നൈഫ് വെച്ച് അറ്റാക്ക് ചെയ്താ പേടിക്കാണ്ട് എന്ന് ഡാൻസ് കളിക്കോ? പറയ്, ശരിക്കും ഈ നൈഫ് എന്തിനാന്ന് എനിക്ക് പറയ്. ഹോ, ഇതാണോ? ഈ ലേക്കിൽ സ്വിം ചെയ്യുമ്പോ ഈ നൈഫ് പോലത്തെ എന്തെങ്കിലും ഒരെണ്ണം കയ്യിൽ ഉണ്ടാവണം ഐഷു. ഈ വെള്ളത്തിന്റെ അടിയിൽ പള്ളയും വള്ളിയും പോലെ കുറെ സാധനങ്ങൾ ഉണ്ടാവും. അത് നമ്മുടെ കാലിൽ കിടന്ന് ചുറ്റും. അതുകൊണ്ടാണ് ഇതൊക്കെ. അതൊക്കെ കട്ട് ചെയ്യാനായിട്ടും പിന്നെ വല്ല പാമ്പൊക്കെ വന്ന് അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ടും പിന്നെ അതുങ്ങളെ കൊല്ലാനായിട്ട് ഇതൊക്കെ ആവശ്യമാണ്. നീ ശരിക്കും പേടിച്ചു പോയെങ്കിൽ അതിന് ഞാൻ സോറി പറയുന്നു ഐഷു. ഇതിനുശേഷം ഒരിക്കലും ഞാൻ ഇതുപോലെ ചെയ്യത്തില്ല. ഐ എം സോറി. സോറി കേട്ടോ. നീ ചെയ്തതിന് ശിക്ഷ എന്താണെന്നറിയോ? വാട്ട് ഡിയർ? Varun, where are you, sweetheart? Juice for you. Okay. Have it.
ഐഷു ഞാൻ ജോഗിങ് പോയിട്ട് വരാം. ഞാൻ വരാൻ ലേറ്റ് ആയാ നീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി No, 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 വെച്ചേക്ക്. no, no. ഞാൻ തനിച്ചുണ്ടാക്കൂല. നീ പെട്ടെന്ന് വാ, നമുക്ക് ചേർന്നുണ്ടാക്കാം. Okay then. See you. Bye. വരുൺ, ആരാ ആരാ? ഐഷു, ഐഷു, ഐഷു എന്ത് പറ്റി? നിനക്ക്? കറക്റ്റ് സമയത്ത് വന്നു. മാസ്ക് ഇട്ട് ഒരുത്തൻ വീട്ടിൽ വന്ന് എന്റെ കഴുത്ത് നെരിച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചു. വരുൺ, What? നിന്നെ കൊല്ലാൻ നോക്കിയെന്നോ? അതെ വരുൺ, നമ്മുടെ ഫോട്ടോ ഫ്രെയിം വീണ് ഉടഞ്ഞു പോയി. അത് ക്ലീൻ ചെയ്യാൻ പോയപ്പോ ഒരു മാസ്ക് മാൻ പിറകെന്ന് വന്ന് എന്റെ കഴുത്ത് നെരിച്ച് എന്നെ കൊല്ലാൻ നോക്കി. ഐഷു, നിന്നെ എന്നെ ഒഴിച്ച് ഇവിടെ ആരും തന്നെ ഇല്ല. അല്ല, നിന്നെ എന്തിനാ ആരെങ്കിലും കൊല്ലാൻ പോകുന്നത്? ഇറ്റ്സ് ഓൾ റബ്ബിഷ് ഡിയർ. നീ എന്തോ ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നു. ശരി, ഞാൻ പോയി നിനക്ക് വേണ്ടി ഒരു നല്ല മസാല ചായ എടുത്തോണ്ട് വരാം. അത് നീ കുടിച്ചാൽ നിന്റെ ടെൻഷൻ എല്ലാം പറന്നു പോയേക്കും. ഓക്കെ, നീ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് ചായ ഉണ്ടാക്കാം. ഹോട്ട് ടീ അറ്റ് യുവർ സർവീസ് ഡിയർ. സോറി വരുൺ, ഞാൻ കാരണം നിനക്ക് ഒത്തിരി ട്രബിൾ ആയില്ലേ? സഡനായിട്ട് എന്താ അറിയില്ല, എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ കാരണം നിനക്കും ടെൻഷനായി. ഇറ്റ്സ് ഓക്കെ ഡിയർ, ലിവ് ഇറ്റ്. നീ എന്തോ ബാഡ് മൂഡിലുള്ള കാരണം അതുപോലെ എന്തൊക്കെയും നീ ആലോചിച്ച് കാണും. അതിനെക്കുറിച്ച് നീ അത്ര ഇപ്പോൾ ഓർക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് കം ഔട്ട് ഓഫ് ദ ബ്ലഡി മൂഡ്. ഓക്കെ, ഡോണ്ട് വറി, ജസ്റ്റ് റിലാക്സ്. Go, get ready. എന്താ പറ്റി രാജ്? എന്തായെന്ന് എനിക്കെന്നെ അറിയില്ല നീതു. ജസ്റ്റ് വെയിറ്റ്, ഐ വിൽ ഗോ ആൻഡ് ചെക്ക്. എന്താ പറ്റിയത്? എഞ്ചിൻ വളരെ ചൂടായിപ്പോ നീതു. ഇവിടെ അടുത്താണെങ്കിൽ ആരെയും കാണുന്നില്ല. നീ ഇവിടെ തന്നെ നിൽക്ക. ഞാൻ പോയി ഇവിടെ അടുത്ത എവിടെയെങ്കിലും മെക്കാനിക് ഉണ്ടെന്ന് നോക്കിയിട്ട് കൂട്ടിട്ട് വന്നേക്കാം. സോ ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ഗോ അഹെഡ്. ലിഫ്റ്റ്.
ചോദിക്കുന്നു. ഹായ് ബ്രോ, എൻ്റെ കാർ റിപ്പയർ ആയി, ഒന്ന് ലിഫ്റ്റ് തരുമോ? പ്ലീസ് ബ്രോ. ഓക്കെ, 1 minute. ഞാനൊരു പ്രാവശ്യം കാറൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഷുവർ വരൂ ബ്രോ. ബ്രോ, ബൈ ദ വേ ഐ എം രാജ്. ഷീസ് മൈ ഗേൾഫ്രണ്ട് നീതു. ഹായ്. I'm Varun. She's Aishu, my fiancé. ഹായ്. ഹായ്. ഹലോ, Hi. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു ടു. ബ്രോ, ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത്. ഓക്കെ ബ്രോ. നമുക്ക് അവിടേക്ക് പോവാം. യാ, ലെറ്റ്സ് ഗോ ദേർ. എന്താ പ്രശ്നം ബ്രോ? ചെറിയ പ്രോബ്ലമാ, ഇപ്പൊ ശരിയാക്കി തരാം. നൈസ് വെതർ. യാ, യു ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. വാട്ട് അബൌട്ട് യു? ആക്ച്വലി ഐ എം എ റൈറ്റർ. നോവൽസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 6 നോവൽസ് എഴുതിയിട്ടുണ്ട്. ഓ, ഞാനിപ്പോ ഒരു റൊമാൻറ്റിക് ത്രില്ലർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കേ. അതിന്റെ ടൈറ്റിൽ ദി സീക്രട്ട്. വൗ, ഗ്രേറ്റ്. ഇവിടെ എന്തിനാ വന്നത്? ആക്ച്വലി ഇവിടെ അടുത്തൊരു വാട്ടർഫോൾസ് ഉണ്ട്. അതിന്റെ അടുത്തുള്ള റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ വന്നതാ. ഓ, ഓക്കെ. ബ്രോ നോക്കി ചെയ്യണേ. ഇത്ര ലോൺലി ആയ ഒരു സ്ഥലം എന്തിനാ സെലക്ട് ചെയ്തേ? ഇങ്ങനത്തെ ലോൺലി പ്ലേസസില് ഒരു ഡിസ്റ്റർബൻസും കാണില്ല. നല്ല നല്ല തോട്ട്സ് ഒക്കെ ഇങ്ങനെ വരും. നന്നായിട്ട് എഴുതാനും പറ്റും. അതുകൊണ്ട് ഈ പ്ലേസ് സെലക്ട് ചെയ്തത്. എന്താണെന്നറിയില്ല, പെട്ടെന്നാണ് സ്റ്റോപ്പ് ആയത്. ഡൺ, എല്ലാം ക്ലിയർ ആയി. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ആ ഓക്കെ. ഓക്കെ അല്ലേ? സ്റ്റാർട്ടായി. ഡൺ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. യാ, ഒരുപക്ഷെ നിങ്ങൾ വന്നിരുന്നില്ലെങ്കിലേ ഞങ്ങളുടെ അവസ്ഥ ആകെ പോക്കായനെ. എനിഹൗ, താങ്ക് യു വരുൺ. ഇറ്റ്സ് ഓക്കെ ബ്രോ. ഹേ നീതു, വരുൺ നമ്മുടെ കാറിനെ പെട്ടെന്ന് റെഡിയാക്കി. അങ്ങനെയാണോ? നോ പ്രോബ്ലം. താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം. ഐഷു, ലെറ്റ്സ് ഗോ. ഓക്കെ രാജ്, വിൽ മീറ്റ് അഗൈൻ. ഓക്കെ ബ്രോ. യു. ഓക്കെ Okay, ബൈ. see you. Bye. നൈസ് Once മീറ്റിംഗ് യു. again, എന്താ this is my visiting card. Okay. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ എന്നെ വിളിക്കാം. ഓക്കെ ബ്രോ. ആ ബൈ ബൈ ബൈ. Okay. ബൈ ബൈ. Bye. ബൈ. നീതു കം ഓൺ. അതെ. ബൈ ബ്രോ. Bye. Bye See bye. you. Take care. See you soon. Bye. Come on, Aishu. വരുൺ, Hmm. ആ രണ്ടുപേരിനെ കുറിച്ച് നിന്റെ ഒപ്പീനിയൻ എന്താ? ആര് രണ്ടുപേരെ കുറിച്ച്? അതേ, ആ രാജയും നീത്തുവും ഇപ്പൊ കണ്ടുമുട്ടിയില്ലേ? അവരെ കുറിച്ച് നമുക്കെന്തിനാ ഐഷു? ആ നീത്തു ഒരു റൈറ്റർ ആണെന്നാ പറഞ്ഞത്. ഇവിടെ ഏതോ നോവൽ എഴുതാൻ വന്നിരിക്കുന്നത്. വരുൺ, Hmm. ഇവിടെ വന്ന് എന്തിനാ നോവൽ എഴുതുന്നത്? അത് അവിടെ എവിടെങ്കിലും എഴുതിയാ പോരെ? ഐഷു, ഈ ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ്, ഈ ആർട്ടിസ്റ്റ് ഇവരൊക്കെ ഇങ്ങനെ ശാന്തമായ സ്ഥലത്ത് വന്നിരുന്ന് എഴുതുള്ളൂ. അതാ അവർക്ക് ശീലം. അവര് ഇതുപോലത്തെ ശാന്തമായ സ്ഥലത്തിരുന്നാലേ നല്ലപോലെ ക്രിയേറ്റീവ് ആയിട്ട് എഴുതത്തുള്ളൂ. എനിക്കെന്തോ അവർ രണ്ടുപേരെയും സംശയം തോന്നുന്നുണ്ട്. ഐഷു, അവർ പെട്ടെന്ന് വന്നു ഒരു ഹെൽപ്പ് ചോദിച്ചു, നമ്മളത് ചെയ്തു കൊടുത്തു. അവരെ കുറിച്ച് എന്തിനാ സംസാരിക്കുന്നത്? ഗസ്റ്റ് ഹൗസിലോട്ട് പോകണം, ഇപ്പഴ തന്നെ ലേറ്റായി. വിട്. ഐഷു, 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 എഴുന്നേക്ക് ഐഷു, എഴുന്നേക്ക് ഐഷു, ഐഷു, ഓ ഐഷു, എഴുന്നേക്ക്, എഴുന്നേക്ക്. ഭൂതം, വേദം, പ്രജാതം, ഐഷു, 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 വാ ഐഷു. വരുൺ, 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 എന്തു പറ്റി ഐഷു ഇത്ര ടെൻഷൻ? വരുൺ, ഈ റൂമിൽ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് മന്ത്രങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. വരുൺ, മാന്ത്രികവും മന്ത്രവുമോ? അതെ, ഇത്രയും നേരം ഒച്ച വിളിച്ചത് കേട്ടില്ലേ? എനിക്ക് എത്രമാത്രം കേൾക്കുന്നുണ്ടെന്നറിയോ?
ഇവിടെ ആരുമില്ല ഐഷു. സത്യമായിട്ടും വരുൺ, ഞാൻ ഉണർന്ന് കേട്ടപ്പോൾ എത്ര ഉച്ചത്തിൽ കേട്ടതാന്നറിയോ? പക്ഷെ എന്താന്നറിയില്ല, ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ല. ഐഷു, നിനക്ക് ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ടതാണ്. നിനക്ക് സ്വപ്നത്തില് മാന്ത്രികവും മന്ത്രവും ഒക്കെ കേട്ടതായിരിക്കും. സഡനായിട്ട് നീ എണീറ്റ കാരണം അങ്ങനെയൊക്കെ നിനക്ക് തോന്നിയതായിരിക്കും. അതെല്ലാം ഒന്നുമില്ല ഐഷു, ഇതൊക്കെ വെറും ചിന്തയാ. എന്ന് വെച്ചാ നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ സത്യമായിട്ടും കേട്ടതാ. ഐ സ്വെയർ ഓൺ ഗോഡ്. നമ്മള് രണ്ടുപേരല്ലാതെ ഇവിടെ മറ്റൊരാളും ഉണ്ട് വരുൺ. നീ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്ന കാരണം എനിക്കെന്ത് സംശയം? വാ പോയി നോക്കാം. ഐഷു, ഈ ഗസ്റ്റ് ഹൗസ് മുഴുവനും നമ്മൾ നോക്കി. നിന്റെ ഡൗട്ട് ക്ലിയർ ആയില്ലേ? അതോ ഒരു പ്രാവശ്യം കൂടെ നോക്കണോ? ആവശ്യമില്ല. ഐഷു, ഞാൻ ഉറങ്ങാണ്ടിരുന്നോളാം. നീ സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോ. വരുൺ, പിന്നെ ആ ശബ്ദം കേട്ടാ? നീ ഒന്നും ആലോചിക്കൊണ്ട് കിടന്നു ഐഷു. എന്തും മന്ത്രവും മാന്ത്രികവും കേൾക്കുന്നത് ഞാൻ നോക്കട്ടെ. ഓക്കെ? അതല്ല. മോർണിംഗ്. രാത്രി നല്ലപോലെ ഉറങ്ങിയില്ലേ? അതിനുശേഷം മാന്ത്രികവും മന്ത്രമൊന്നും നീ കേട്ടില്ലല്ലോ. ആഹാ, ഇല്ല. നീ എന്താ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല? ആ അതെ, രാത്രി മുഴുവനും നിനക്ക് കാവലിരുന്ന് നിന്നെ തന്നെ നോക്കിയിരുന്നോണ്ടിരുന്നു. ഉറക്കം വരാതിരിക്കാൻ ടൈം പാസ് ചെയ്യാനായിട്ട് ടിവിയിൽ അവഞ്ചേഴ്സ് മൂവി ഇട്ടപ്പോ ഞാനത് കണ്ടോണ്ടിരുന്നു. മൂവി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് തീരുന്നതിനിപ്പുറം വെളുത്തും പോയി. രാത്രിയൊക്കെ ഉറങ്ങാണ്ടിരുന്ന കാരണം നോക്കിയേ, എന്റെ കണ്ണൊക്കെ ഇത് ചോന്നു പോയി. സോറി ഡിയർ, ഞാൻ കാരണം നീ രാത്രി മുഴുവൻ ഉറങ്ങിയില്ലല്ലേ? നമ്മൾ ലിവിങ് ടുഗെദർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നിനക്ക് വേണ്ടി തന്നെ ഒരു നൈറ്റ് ഔട്ട് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ മാത്രം തനിച്ച്. രാത്രിയായ നിന്റെ ബുദ്ധി എങ്ങനെ പോകുന്ന എനിക്കറിയില്ലേ? ആ ദാറ്റ്സ് റൈറ്റ്. നമ്മൾ ഉടനെ പിക്നിക്ക് പോകേണ്ട എല്ലാ ഐറ്റംസും നീ പെട്ടെന്ന് പാക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് പുറത്തു പോവാം. പിക്നിക്കോ? ഇവിടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഇരുന്നിരുന്ന് ബോർ അടിക്കും ഐഷു. ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ഈവനിങ് വരെ നമുക്ക് പുറത്ത് പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഗിവ് മീ 10 minutes. I'll be ready. ഓക്കെ. Wanna get wild tonight? Yeah. Woman, we ready for the party. Wanna get wild tonight? Just do it, it's time to start it. Yeah, this. Wanna get wild tonight? Yeah. Woman, we ready for the party. Wanna get wild tonight? Just do it, it's time to start it. Yeah, this. Wanna get wild tonight? Yeah. Woman, we ready for the party. Wanna get wild tonight?
കണ്ടോ? കുറച്ചു നേരം നമ്മൾ വെയിലത്തിരുന്നപ്പോ തന്നെ നിന്റെ സ്കിൻ എങ്ങനെയാ മാറിയെന്ന് കണ്ടില്ലേ? എന്തോ ഒരു കറുത്തുപോയെ. ജസ്റ്റ് എ മിനിറ്റ്. Wanna get wild tonight. നീയും ഈ ലോഷൻ ട്രൈ ചെയ്യുന്നോ? ഈ ടഫ് ബോഡിക്ക് ഈ ലോഷൻസ് ഒന്നും വർക്ക് ആവില്ല മോളെ. ഓൺലി സാൻഡ് ബാത്ത്. Wanna get wild tonight. Wanna get wild tonight. എന്ത് പറ്റി വരും? ശരസി കയറിയെന്നാ തോന്നുന്നു. വെള്ളം കുടിക്ക്. ജസ്റ്റ് എ മിനിറ്റ്. വരുൺ, are you okay? ഇപ്പൊ ഓക്കെ. സോറി ഇഷ്യൂ. കുറച്ച് അൺഈസി ആയിട്ടുണ്ട്. I'll take rest. ഓക്കെ അല്ലേ? ആര് ബെല്ലടിക്കുന്നു വരുൺ? ആരാന്നറിയില്ല, ഞാൻ പോയി നോക്കാം. ഹലോ സർ, സോറി ടു ഡിസ്റ്റർബ് യു. നിങ്ങൾ? ഹായ് സർ, ഐ എം വരുൺ. നത്തിങ് ടു വറി സർ. ജസ്റ്റ് ഇതിലൂടെ പാസ്സാകുമ്പോൾ ഇവിടെ ആരോ ഉണ്ടെന്ന് കരുതി ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓ, പ്ലീസ് കം ഇൻ. താങ്ക് യു. ഹലോ സർ. സർ, ഷീ ഈസ് ഐഷു, Oh. മൈ ഫിയാൻസി. Hello. ഹായ് സർ, ഹാവ് സം ടീ. ടേക്ക് ഇറ്റ് സർ. താങ്ക് യു. നീയും എടുത്തോ. ഇവിടെ നിങ്ങൾ എത്ര ദിവസം ഉണ്ടാവും വരുൺ? മേ ബി 1 week or 10 days. ഓ, ഇറ്റ്സ് ഓക്കെ മിസ്റ്റർ വരുൺ, ബട്ട് ബി കെയർഫുൾ. എന്താണെന്ന് വെച്ചാൽ സിറ്റിക്ക് ഔട്ട്സൈഡുള്ള ഗസ്റ്റ് ഹൗസ് ആയതുകൊണ്ട് ഒന്ന് സേഫ്റ്റി ആയിരിക്കും നല്ലതാണ്. ഇൻ കേസ് എനി എമർജൻസി യു ക്യാൻ കാൾ മീ അറ്റ് എനി ടൈം. ഷുവർ സർ, താങ്ക് യു. ഓക്കെ, ദെൻ ഐ വിൽ മൂവ്. താങ്ക് യു സർ.
ഇങ്ങോട്ടേക്ക് വരുന്നേ? വരുൺ, 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 രാജ് അവിടെ താഴെ താഴെ നൈഫും കൊണ്ട് പുറത്ത്. രാജ് ഈ സമയത്ത് കത്തിയും കൊണ്ടോ? സത്യമായിട്ടും രാജ് കത്തിയും കൊണ്ട് താഴെ നിൽക്കുന്നുണ്ട്. ശരി ശരി, നീ പേടിക്കാണ്ട് ഇവിടെ തന്നെ ഇരിക്കുക. ഞാൻ പോയി നോക്കിട്ട് വരാം എന്താന്ന്. ഓക്കെ, വെയിറ്റ് ചെയ്യേ. എവിടെയാ വരുൺ? വരുൺ, 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 കണ്ണു തുറക്ക്. വരുൺ, 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 എഴുന്നേക്ക്. വരുൺ, എഴുന്നേക്ക്. വരുൺ, ആരാ നിന്നെ ഇത്രയും കഠിനമായി അടിച്ചത്? തീർച്ചയായും രാജ് തന്നെയായിരിക്കും. അവൻ അകത്തേക്ക് വന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പുറകിൽ നിന്ന് അടിച്ചത് കാരണം ആരാ അടിച്ചെന്ന് പോലും അറിയാൻ മേല ഐഷു. ആ രാജ് ഇവിടെ എന്തിനാ വന്നത്? എന്തിനാ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വരുൺ. ഇതൊക്കെ ഒരു വലിയ പ്ലാൻ പോലെ തോന്നുന്നു. വരുൺ, ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല. നാളെ രാവിലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ വരും. എന്ത് പറ്റി ഐഷു? ഈ ചെറിയ കാര്യത്തിന് എന്തിനാ ഇത്രയും വിഷമിക്കുന്നത്? എനിക്കൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ശരിയാവും. ഹലോ റൈറ്റർ മാം, രാവിലെ 4 മണി മുതൽ കഥ എഴുതുവാണല്ലോ. നമ്മളെക്കുറിച്ചും വല്ലപ്പോഴും ആലോചിക്കണം. സോറി ബേബി, ഈ നോവൽ പെട്ടെന്ന് തീർക്കാനുള്ളതുകൊണ്ട് ക്ലൈമാക്സ് എഴുതാൻ വേണ്ടി വന്നതാ. അതുകൊണ്ട് എനിക്കൊന്നും സമയം കിട്ടുന്നില്ല. ഇപ്പോഴെങ്കിലും ഒന്ന് എനിക്ക് സമയം തരൂ. കമോൺ ബേബി.
Oh my God! വരുൺ, വരുൺ, ദേ, ഈ മുയലിനെ ആരോ ഇവിടെ കൊന്നിട്ടിരിക്കുന്നു. എനിക്ക് പേടിയാവുന്നു. ഓ ഇതോ കൂട്ടിലിരുന്ന ആ മുയലിനെ ഏതെങ്കിലും പൂച്ച കൊന്നുകൊണ്ടുവന്നിട്ടതായിരിക്കും. ഇതൊക്കെ നോർമലാ. ഞാനിത് കൊണ്ടേ പുറത്ത് വെച്ചിട്ട് വരാം. നീ പെട്ടെന്ന് പോയി ഫ്രഷ് ആയിക്കേ. സാറിന് ഈ സമയം നോക്കി മൂട് വന്നോ? ഐഷു എന്താ ഇത്? ഈ ടവലും കൊണ്ടാണ് ഗസ്റ്റ് ഹൗസ് മുഴുവൻ പോകുന്നത്. രാത്രിയിലും ഇങ്ങനെ തന്നെ ഇരിക്കാവോ? ബെഡ്റൂമിൽ ഒരു മാസ്ക് മാൻ ഉണ്ട്. എന്താ? ബെഡ്റൂമിൽ ഒരു മാസ്ക് മാനോ? അതെ വരുൺ, ഞാൻ ബാത്റൂമിൽ കുളിച്ചോണ്ടിരുന്നപ്പോ സഡൻ ആയിട്ട് ആ മാസ്ക് മാൻ വന്ന് എന്നെ ബെഡ്റൂമിൽ വെച്ച് റേപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തു. ഞാൻ അവനകത്ത് തള്ളിയിട്ടിട്ട് പുറത്തു വന്നു. മാസ്ക് മാൻ നിന്നെ റേപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തെന്നോ? സത്യമായിട്ടും വരും, ഞാൻ പ്രോമിസ് ആയി പറയാ. അവൻ ബെഡ്റൂമിലുണ്ട്. നീ വാ, ഞാൻ കാണിക്കാം. അവൻ അകത്തുണ്ട്. വാ വരുൺ, നോക്ക്. എവിടെ പോയി? എവിടെ മാസ്ക് മാൻ? എന്ന് വെച്ചാ ഞാൻ നുണ പറയുവാണോ? സത്യമായിട്ട് ഇവിടെ ഒരു മാസ്ക് മാൻ വന്നു. അവരെ കാണാൻ വളരെ ഭീകരമായിരുന്നു. ഐഷു തനിച്ചിരുന്ന കാരണം ഇങ്ങനെ പലതും ആലോചിച്ചിട്ട് ഡ്രസ് ഇല്ലാണ്ട് ഇങ്ങനെ പുറത്തു വന്നാലുണ്ടല്ലോ, മാസ്ക് മാൻ അല്ല സ്പൈഡർമാനും സൂപ്പർമാനും എല്ലാരും ഇങ്ങോട്ട് വന്നേക്കും. ശരി ശരി, പോയി പെട്ടെന്ന് കുളിച്ചിട്ട് വാ. ഒന്നിനും പേടിക്കണം കേട്ടോ.
ഡോക്ടർ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പത്തെ പ്രോബ്ലം ഒന്നുമില്ല. കത്തി അത്ര ഡീപ്പായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. 2-3 വീക്സ് റെസ്റ്റ് എടുത്താൽ മതി, എല്ലാം ശരിയായേക്കും. ഓക്കെ, ടേക്ക് കെയർ ഓഫ് ഹിം. ഓക്കെ, Thank ടേക്ക് you. കെയർ. വരുൺ, ഇനി 3 വീക്സിന് ബെഡ് വിട്ട് എഴുന്നേക്കരുത്. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ എനിക്ക് ശരിക്കും ദേഷ്യം വരും, മനസ്സിലായോ? വരുൺ, ഇന്ന് ഷോപ്പിങ്ങിന് പോവാൻ സിറ്റിയിലേക്ക് പറഞ്ഞായിരുന്നില്ലേ? ഇനിയും റെഡി ആയിട്ടില്ലേ? ഞാൻ ഹാഫ് ആൻ അവറിൽ ലഞ്ചും റെഡിയാക്കി വെച്ച് വന്നു. നീ പെട്ടെന്ന് പോയി റെഡിയാവും. പോ പെട്ടെന്ന്. Okay. I will come within 10 minutes. ഹലോ, ഹായ് വരുൺ. ഐഷു ഹിയർ. ഓ, ഐഷു നീയാണോ? ഞാനാ നീതു. ആ പറ, എന്തിനാ ഫോൺ ചെയ്തേ? ഇന്നലെ വരുൺ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോ വാലറ്റ് മറന്നു വെച്ചിട്ട് പോയായിരുന്നു. അവൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഇവിടെ വന്ന് വാലറ്റ് തിരിച്ചു വാങ്ങിച്ചോണ്ട് പോവാൻ പറയേ. അവന്റെ കൂടെ നീയും വാ ഐഷു. കുറച്ചു നേരം നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം. എന്താ ഇഷ്യൂ? റെഡി ആവണ്ട അങ്ങനെ തന്നെ ഇരിക്കുന്ന? ഒന്നുമില്ല, ചുമ്മാ ഇരിക്കുക. എന്തു പറ്റി? പെട്ടെന്ന് റെഡിയാവൂ പോവാന്നൊക്കെ പറഞ്ഞ? നീ പോ, എനിക്ക് വരാൻ ഇഷ്ടമില്ല. അതിനിപ്പുറം എന്താ പറ്റിയ വേണ്ടെന്ന് പറയാനായിട്ട്? എന്തു പറ്റി? എനിക്ക് തല വേദനിക്കുന്നു വരും. നീ പോയിക്കോ, അടുത്ത പ്രാവശ്യം കാണാം. ടാബ്ലറ്റ്സ് മേടിച്ചോണ്ടോട്ടെ? ആവശ്യമില്ല, നീ പോ. ഓക്കെ, ടേക്ക് റെസ്റ്റ്. സീ യു. രാജ്, രാജ്, രാജ്. 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 രാജ്.
രാജ് രാജ് സിറ്റിയിലേക്ക് പോയിക്കുവാ. തിരിച്ചു വരാൻ കുറച്ച് ടൈമാവും. എന്റെ വാലറ്റ് മേടിച്ചോണ്ട് പോകാനായിട്ട് വന്നതാ. വാലറ്റ് മാത്രം മതിയോ? വേറെ ഒന്നും ഇവിടെ മറന്നിട്ട് പോയില്ലേ? മൈ വാലറ്റ് പ്ലീസ്. ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം അത്രയ്ക്ക് പെട്ടെന്ന് തിരിച്ചു തരുമെന്നാണോ? Come on, take it. ഐഷു, ഐഷു. ഐഷു, ഐഷു, ഐഷു. ഐഷു, ഐഷു. ഐഷു. Zaga, zaga, zaga. Zaga, zaga, zaga. Zaga, zaga, zaga. Zaga, 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 zaga. എന്ത് പറ്റിയ എന്നാ നീ കരഞ്ഞോണ്ട് വരുന്ന? ഇതൊക്കെ എന്ത് പറ്റിയ നിനക്ക്? നമ്മൾ മനസ്സുകൊണ്ട് സ്നേഹിച്ച ഒരു ചെറുക്കൻ നമ്മളെ ചതിച്ചു കളയുമ്പോ ഏത് മാനസിക അവസ്ഥയിലുണ്ടാവോ അതിലാണ് ഞാൻ. നീ പറയുന്ന കാര്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊന്നും മനസ്സിലാക്കുന്ന അവസ്ഥയിൽ നീ ഇപ്പൊ ഇല്ല വരും. ഞാൻ ചോദിച്ചത് എന്താ, നീ പറയുന്നത് എന്താണ്? ചില സമയങ്ങളിൽ സംസാരിക്കുന്നതിനേക്കാളും മൗനമാണ് നല്ലത്. നീതു പറയേ.
അർജന്റായിട്ട് ഗസ്റ്റ് ഹൗസിൽ വരാമോ? വരാം. നീതു, നീതു, നീതു. എന്ത് പറ്റി വരുൺ? എന്താ ഇത്ര ടെൻഷൻ ആയിട്ടിരിക്കുന്നേ? നമ്മളെ കുറിച്ചുള്ള കാര്യം ഐഷു അറിഞ്ഞെന്ന് തോന്നുന്നു. ഓ ഗോഡ്, എങ്ങനെ ഇത്ര പെട്ടെന്ന് അറിഞ്ഞേ? എങ്ങനെയോ എന്റെ അടുത്ത് പോലും ഒന്നും സംസാരിച്ചില്ല അവള്. ഭയങ്കര ടെൻഷനായിട്ടായിരുന്ന. ഒരു പക്ഷേ നിന്നെ ഫോളോ ചെയ്തിട്ട് ഇവിടെ വന്നതായിരിക്കോ? മേ ബി. രാജിന്റെ അടുത്ത് നീ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കുക. നമ്മൾ സിറ്റിയിലോട്ട് പോകുന്നവരെ നമ്മൾ കാണാണ്ടിരിക്കുന്നത് നല്ലതാ. നോ വരൺ, നിന്നെ കാണാതെ സംസാരിക്കാതെ ഒന്നും ഇരിക്കാൻ എനിക്ക് പറ്റില്ല. നമുക്ക് ഐഷു രാജു ഉള്ളത് നമുക്ക് വല്ലാത്ത പ്രശ്നമായിരിക്കും. നമ്മൾ സിറ്റിയിലോട്ട് പോകുന്നവരെ നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. സിറ്റിയിലോട്ട് പോയാൽ നമുക്ക് രണ്ടുപേർക്കും ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുമോ? എത്രയും പെട്ടെന്ന് നമുക്ക് അവർ രണ്ടുപേരുടെയും കഥ കഴിക്കണം. യെസ്, യു ആർ കറക്റ്റ്. അവർ രണ്ടുപേരെയും നമ്മുടെ അടുത്തുനിന്ന് പെർമനന്റ് ആയിട്ട് പിരിച്ചേക്കണം. യു മീൻ? യെസ്, ഐ മീൻ ഇറ്റ്. ഐഷുവിനെ ഞാൻ നോക്കിക്കോളാം, രാജിനെ നീ നോക്കിക്കോ. പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു തീർക്കണം. നാളെ ഐഷുവിന്റെ ബർത്ത്ഡേ ആൻഡ് ഇറ്റ്സ് ലാസ്റ്റ് ബർത്ത്ഡേ. സോറി ഐഷു, എന്നോട് ക്ഷമിച്ചേര്. എനിക്കറിയാണ്ട് ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തു പോയി. നീ എന്നെ ഇട്ടിട്ട് ദൂരത്തിൽ പോവോന്ന് എനിക്ക് ഭയങ്കര പേടിയാ. ആലോചിക്കുമ്പോ പ്രാന്ത് പിടിക്കുവോ. I'm very mad. എന്നെ വിട ഐഷു. ഐഷു, എന്നെ എന്തിനാ സ്റ്റോപ്പ് ചെയ്ത ഐഷു? എന്റെ തല പൊട്ടി ഞാൻ രക്തം വന്ന് വൃത്തികെട്ട രീതി ചത്താ മതി. അതായിരിക്കും എന്റെ ശിക്ഷ ഐഷു, അതായിരിക്കും എന്റെ ശിക്ഷ. അങ്ങനെ പറയല്ലേ വരുൺ. നീ ചെയ്ത തെറ്റ് നീ മനസ്സിലാക്കി, അതെനിക്ക് മതി. ഞാൻ വിഷമിച്ചത് നീ തെറ്റ് ചെയ്തതിനല്ല. എന്റെ പേടിയൊക്കെ എന്നെ വിട്ടേച്ച് നീ ഒത്തിരി ദൂരത്തേക്ക് പോകുന്നതാണ്. ഇല്ല ഐഷു, നിന്നെ ഇട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോകത്തില്ല. നിന്നെ ഇട്ടിട്ട് ഞാൻ പോകത്തില്ല ഐഷു, ഒരിക്കലും പോവില്ല. We are two in one. വരുൺ, We are forever ഐഷു. നീയോ എന്റെ അടുത്ത് ഒരു കാര്യം മറച്ചില്ല ഐഷു? ഞാൻ ഇതുവരെ നിന്നോട് ഒരു കാര്യവും മറച്ചിട്ടില്ല വരുൺ. സത്യമായിട്ടും പറ. നാളെ നിന്റെ ബർത്ത്ഡേയാ. ആ കാര്യം നീ മറന്നുപോയല്ലേ? ഓ അതെയല്ലേ. മൈ ഗോഡ് വരുൺ, ഇറ്റ്സ് Jan 14, മൈ ബർത്ത്ഡേ. ബട്ട് എനിഹൗ, താങ്ക്സ് ഡിയർ എന്നെ ഓർമ്മിപ്പിച്ചതിന്. അത്ര എളുപ്പത്തിൽ താങ്ക്സ് പറഞ്ഞല്ല ശരിയാവോ? ടുനൈറ്റ് ക്യാൻഡിൽ ലൈറ്റ്സില് ഡ്രിങ്ക്സ് ആൻഡ് ഡിന്നർ. രാത്രി നല്ല പോലെ എൻജോയ് ചെയ്യണം. യെസ്, വി ആർ. ആസ് യു ലൈക്ക് വരുൺ. ഇന്ന് രാത്രി നീ എന്നെ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ചോദിക്കില്ല വരുൺ. താങ്ക് യു ഡിയർ. യെസ്, നൗ ഇറ്റ്സ് എക്സാക്ട് ടൈം. എനിക്ക് വേണ്ടി എൻ്റെ മുത്ത് വന്ന് ശരിക്കും 23 years ബാക്ക് കറക്റ്റ് ഇതേ സമയത്ത്. സോ കട്ട് ദ കേക്ക് ഡാർലിംഗ്. ഞാൻ കട്ട് ചെയ്തില്ല. വാട്ട്? വരുൺ, ഇന്ന് വരെ എന്റെ ബർത്ത്ഡേ കേക്ക് എപ്പോഴും ഞാനാ കട്ട് ചെയ്യുക. എല്ലാരും അങ്ങനെ തന്നെയാ ചെയ്യുക. പക്ഷെ ഇപ്രാവശ്യം എന്റെ ബർത്ത്ഡേ കേക്ക് ഞാനല്ല, നീ കട്ട് ചെയ്യണം. താങ്ക് യു ഡിയർ. വരുൺ, നീയും ഞാനും വേറെയല്ല, നമ്മൾ രണ്ടുപേരും ഒന്നാണ്. അതുകൊണ്ട് ഈ കേക്കിനെ ഞാൻ കട്ട് ചെയ്യുന്നതിനേക്കാളും നീ കട്ട് ചെയ്താ എനിക്ക് വളരെ സന്തോഷമായിരിക്കും.
ശരി ഐഷു, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് കേക്ക് കട്ട് ചെയ്താലോ? ഓക്കെ ഡിയർ. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഐഷു. താങ്ക് യു. Cheers. ഐഷു, നീ ബർത്ത്ഡേ നിന്റെ ലൈഫ് ലോങ് ഓർമ്മയിൽ വയ്ക്കണം. ഹാപ്പിനെസ് ഈ എൻഡ് വരെ കൊണ്ടുപോകണം. ഈ രാത്രി ഞാൻ എന്ത് ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും നീ ചോദിക്കാൻ പാടില്ല. ഓക്കെ? As you wish. I'm all yours. ഈ ഒരു ദിവസം മാത്രമല്ല, ജീവിതകാലം മുഴുവനും. I'll come back to you. വരുൺ, നീയോ? എന്താ ചെയ്യുന്ന വരുൺ? ഇറ്റ്സ് എ ഗെയിം ഐഷു. ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ചോദിക്കാൻ പാടില്ലെന്ന്. അയ്യോ വരുൺ, ഇങ്ങനൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ലെറ്റ്സ് ഹാവ് സം ഫൺ. ഫൺ വേണോ നിനക്ക്? നിന്റെ ലൈഫിൽ ഇനി ഒരു ഫണ്ണും ഉണ്ടാവില്ല ഐഷു. This is your last day. Stop kidding, Varun. Have you gone mad? Yes. A mad.
നീ കാരണം എനിക്ക് ഭ്രാന്ത് പിടിച്ചു. എനിക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥ എന്താന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം, മനസ്സിലായോ? വരുൺ കെട്ടഴിക്കേ. ഞാൻ ഇപ്പൊ വരാം. വാട്ട് ഈസ് ദിസ് വരുൺ? എന്താണ് ഈ കാണിക്കുന്നത്? പ്ലീസ് എന്നെ വിട്ടേക്ക് വരുൺ. പ്ലീസ് എന്നെ വിട്ടേക്ക്. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാൻ വരുൺ. എന്നെ വിട്ടേക്ക് വരുൺ. വരുൺ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ വരുൺ? എന്നെ വിട്ടേക്ക്. നോ വരുൺ. എന്തിനാ എന്നെ രാക്ഷസനെ പോലെ അടിക്കുന്നത്? പറ വരുൺ, ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നീ തെറ്റ് ചെയ്തില്ലല്ലേ? നമ്മള് ഡേറ്റിംഗ് ആരംഭിച്ചിട്ട് ഇപ്പൊ 1 വർഷമായി. അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാം നിന്റെ ഡോമിനേഷനാ. നീ പറയുന്ന തന്നെ കേൾക്കണം, നീ പറയുന്ന തന്നെ ചെയ്യണം. ഓ മൈ ഗോഡ് വരുൺ, ഞാൻ ഇതുവരെ മനഃപൂർവ്വം അങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല. ഇതൊക്കെ നിന്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വരുൺ. ഐ ലവ് യു വരുൺ. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നീ ഇല്ലെങ്കിൽ ഞാനും ഇല്ല വരുൺ. ഐ ട്രൂലി ലവ് യു വരുൺ. നുണയാ, നീ പറയുന്ന എല്ലാം നുണയാ. നിന്റെ പ്രേമവും സ്നേഹവും എല്ലാം നാടകം തന്നെയായിരുന്നു. നിനക്ക് ഇഷ്ടമായിരുന്നത് എന്നെ അല്ലായിരുന്നു, ആ രാജിനെ ആയിരുന്നു. നോ, വാട്ട് റബിഷ് ആർ യു സേയിങ്? ആ രാജ് വളരെ മോശക്കാരനാണെന്ന് നിനക്കും അറിയാം. അവനോട് സൂക്ഷിക്കാൻ ഞാൻ നിന്നോട് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ഞാനും ആ രാജ്, നിനക്ക് അങ്ങനെ ആലോചിക്കാൻ പോലും എങ്ങനെ കഴിഞ്ഞു? എനിക്കിതൊന്നും അറിയില്ലെന്ന് ഓർത്തോ? നീയും ആ രാജും അന്ന് റൂമിൽ എന്താ ചെയ്തെന്ന് ഞാൻ അറിയില്ലെന്ന് ഓർത്തോടി നീ? യു ചീറ്റർ. ആ രാജിന്റെ ഗേൾഫ്രണ്ടിനോട് ഇല്ലീഗൽ അഫയർ വെച്ചിരിക്കുന്നത് നീയാണ്. എന്നിട്ട് എനിക്ക് സംബന്ധങ്ങൾ ഉള്ളതുപോലെ പറയുവാണോ? നീയും ആ നീത്തുവും ചേർന്നിരുന്നതൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പിന്നെ എനിക്ക് നാണവും മര്യാദയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനൊന്നും ചോദിച്ചില്ല. ഈ വിഷമങ്ങളൊക്കെ ഞാൻ മനസ്സിനകത്ത് തന്നെ വെച്ചു. എന്നിട്ട് സൂസൈഡ് ചെയ്യാന്ന് തീരുമാനിച്ച് ഞാൻ കുളത്തിൽ ചാടാൻ പോയി. പക്ഷെ അതിലും എന്റെ തലവിധി കണ്ടോ? അവിടെ ആ രാജ് ഉണ്ടായിരുന്നു. വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയ എന്നെ രക്ഷിച്ച് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആ രാജ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ എങ്ങനെയോ ഞാൻ അവനെ തല്ലി രക്ഷപ്പെട്ടു. എന്നിട്ട് ആ രാജിനൊപ്പം എനിക്ക് അഫയർ ഉണ്ടെന്നോ? Shame on you. നീതുനെ എനിക്ക് വേണം. നീതു എന്റേതാ. ഞങ്ങൾക്കിടെ ആരെങ്കിലും വന്നാൽ അവരെ ഞാൻ തീർത്ത് കളയും. അതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യം എന്നെ മുഴുവൻ അങ്ങോട്ട് എൻജോയ് ചെയ്യണം. നിന്നെ ആ രാജിനെ കൊന്നു കഴിഞ്ഞാ പിന്നെ എന്റെ ലൈൻ പക്ക ക്ലിയർ ആയിരിക്കും. ഞാനും എന്റെ നീതു എവിടെങ്കിലും പോയി പിന്നെ ഹാപ്പി ആയിട്ട് ലൈഫ് ജീവിച്ചു. നീ എവിടെ വേണമെങ്കിലും പോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ആദ്യം എന്നെ അയച്ചു വിട്ടേക്ക്. വരുൺ, നിനക്ക് വേണ്ടി ഞാൻ എല്ലാം ഉപേക്ഷിച്ചു വന്നു. എന്റെ അടുത്തുള്ളതെല്ലാം നിനക്ക് തന്നു. പക്ഷെ നിന്റെ യഥാർത്ഥ സ്വരൂപം എനിക്ക് ഇപ്പോഴാ കാണാൻ പറ്റുന്നത്. വരുൺ, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ എന്നെ വിട്ടേക്ക് പ്ലീസ്. എന്നെ വിട്ടേക്ക് വരും. ഞാൻ സത്യം പറയാണ്, നിങ്ങളുടെ നടക്ക് ഞാൻ വരത്തില്ല. ഞാൻ എവിടെയെങ്കിലും ദൂരത്തേക്ക് പോയിക്കോളാം. പ്ലീസ് വരുൺ, എന്നെ പോകാൻ സമ്മതിക്കേ. നിന്നെ ഇങ്ങനെ വിട്ട് അത് വലിയ പ്രശ്നമായി മാറും എനിക്ക്. നീ എന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് എന്നെ തൂക്കിലിടാൻ നോക്കും. തൂക്കിലിടാൻ ഞാനങ്ങനെ ചെയ്യൂല വരുൺ. ഞാൻ ആരുടെ അടുത്തും പറയൂല. പ്ലീസ് എന്നെ വിശ്വസിക്കേ വരുൺ. വരുൺ, ഇത്രയും ദിവസം നമ്മൾ ചേർന്നിരുന്നതല്ലേ, അതിനു വേണ്ടിയെങ്കിലും എന്നെ വിട്ടേക്ക് വരുൺ. ഫോർ ഗോഡ്സ് സേക്ക് ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം വരുൺ.
വെള്ളം കുടിക്കാം ഐഷു. വെള്ളം കുടിച്ചാ എല്ലാം ശരിയായിരിക്കും കേട്ടോ. വെയിറ്റ്. നല്ലപോലെ കുടിക്ക. ആവശ്യമുള്ള അളവിന് കുടിക്ക. കുടിച്ചു തീർക്ക. എന്നാലും നിന്റെ വിശപ്പും ദാഹവും അടങ്ങുള്ളൂ. കുടിക്കടി. ഈ ചുമച്ച് കുറച്ച് കരഞ്ഞത് നിർത്തിക്കോ. നിന്റെ സമയം തീർന്നു. നീ ചാവേണ്ട സമയമായി. അതെ, എന്തു പറ്റി യേശു? എന്തിനാ അങ്ങനെ ഓടി വരുന്നേ? വരുൺ എന്നെ കൊല്ലാൻ നോക്കാ. വരുൺ നിന്നെ എന്തിനാണ് കൊല്ലാൻ നോക്കുന്നത്? എന്തിനോ? അവന് നിന്റെ ഗേൾഫ്രണ്ട് നീതുവിനോട് ഇല്ലീഗൽ അഫയർ ഉണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചതുകൊണ്ട് അവൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ട് ഇവിടെ ഓടി വന്നു. ഓ, എനിക്കറിയാം യേശു. ആ വരുൺ എന്റെ ഗേൾഫ്രണ്ടിനെ ട്രാപ്പ് ചെയ്ത് അവന്റെ വശമാക്കി. ആ നീതു അവന് സപ്പോർട്ടാണ്. നിനക്കറിയോ യേശു, ആ രണ്ടുപേരും ചേർന്ന് എന്നെയും കൊല്ലാൻ നോക്കി.
ഞാൻ രക്ഷപ്പെട്ട ഇവിടെ വന്നത്. വരുൺ നീത്തു രണ്ടുപേരും സെറ്റായി. നമുക്ക് രണ്ടുപേർക്കും ഒരു റൊമാൻറ്റിക് പെയറായി എൻജോയ് ചെയ്താലോ? നീ എത്ര വലിയ ചെറ്റയാണെന്ന് എനിക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നു. മാറണോ? ഹലോ. വരുൺ എന്നെ കൊല്ലാൻ വരുവാണ്. പ്ലീസ് സേവ് മീ സർ. എന്നെ രക്ഷിക്കണം സർ, പ്ലീസ്. ഒന്നുമില്ല സാർ, ഇരിക്കും. മാഡം വെള്ളം കുടിക്കൂ. റിലാക്സ് റിലാക്സ്. ഇനി പറയൂ, നിങ്ങളെ ആരാണ് കൊല്ലാൻ നോക്കിയത്? വരുൺ സർ. വരുണോ? വരുണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് അല്ലേ? അദ്ദേഹം എന്തിനാ നിങ്ങളെ കൊല്ലാൻ നോക്കുന്നേ? വരുൺ എന്നെ ചതിച്ചതാണ് സർ. നീതു എന്ന് പറഞ്ഞ ഒരു പെണ്ണിനൊപ്പം അവൻ ഇല്ലീഗൽ അഫയർ ഉണ്ട് സർ. അവര് രണ്ടുപേരും ചേർന്നിരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതുകൊണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി അവൻ എന്റെ പിറകെ വരുവാണ് സർ. വരുൺ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് സർ. അതിനുവേണ്ടി അവൻ എന്റെ പിറകെ ഇവിടം വരെ എത്തി സർ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവൻ ഇത്രയൊരു ക്രൂരതനായിരിക്കും സർ. അവൻ ഒരു രാക്ഷസനാണ് സർ. ഒരു ക്രൂരതനാണ് സർ. ഇറ്റ്സ് ഓക്കേ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. സ്റ്റാഫ് എല്ലാം പാട്രോളിംഗ് പോയിരിക്കാണ്. ഞാൻ തന്നെ നിങ്ങളെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം. നിങ്ങൾക്കൊരു സെക്യൂരിറ്റിയും അറേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെ സർ. അവൻ വന്നു സർ. പ്ലീസ് സേവ് മീ സർ. എന്നെ രക്ഷിക്കണം സർ. ഇൻസ്പെക്ടർ സാർ, ഇതെന്റെ പേഴ്സണൽ കാര്യമാ. ഐഷുവിനെ എന്റെ അടുത്തോട്ട് പറഞ്ഞുവിടുക. ലുക്ക് മിസ്റ്റർ, ഇത് നിന്റെ പേഴ്സണൽ വിഷയമല്ല. ഐഷുവിനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചതിന് ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യുന്നു. നീ വെപ്പൻ താഴെയിട്ട് സറണ്ടർ ആയിക്ക. ഐഷു, നിങ്ങൾ ചെന്ന് ഹാൻഡ് കഫ് എടുത്തുകൊണ്ട് വരും. സാരല്ല ഐഷു, ഞാൻ ഇവനെ കൺട്രോൾ ചെയ്തോളാം. നിങ്ങൾ ചെല്ല്. ഐഷു,
ചെയ്യരുത് വരുൺ. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ വരൂല്ല. മദർ പ്രോമിസ് വരൂല്ല ഞാൻ. ഐ സ്വെയർ വരുൺ, ഐ സ്വെയർ. എന്നെ പ്ലീസ് വിട്ടേക്ക് വരുൺ. നിന്നെ ഞാൻ വിടണോ അല്ലേ? നിന്നെ ഞാൻ വിട്ടാ നിനക്ക് രാജിന്റെ ഒപ്പം പോയിട്ട് സന്തോഷമായിട്ടിരിക്കാനല്ലേടി? ഞാൻ എവിടെയെങ്കിലും ദൂരേക്ക് പോയിക്കോളാം വരുൺ. നിന്റെ കണ്ണിൽ പോലും ഞാൻ കാണില്ല. രാജിനെ ഞാൻ കൊന്നു കളഞ്ഞൂടി. ഇനി നിന്നെ കൂടെ കൊന്നാ മതി എനിക്ക്. ഞാനും നീതും പിന്നെ ഫ്രീ ബേർഡ്സ് ആയിരിക്കും. നിന്റെ കാലിൽ പിടിച്ച് ഞാൻ പറയാ വരുൺ, പ്ലീസ് എന്നെ കൊല്ലല്ലേ വരുൺ, പ്ലീസ്. നിന്നെ ഞാൻ വിടൂല. ഞാൻ കൊല്ലൂടി. പ്ലീസ് വരുൺ, പ്ലീസ് അങ്ങനെ ചെയ്യ്. പ്ലീസ് വരുൺ, പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ല. ചത്തുപോയി. ഹലോ മാഡം. മിസ്റ്റർ വരുൺ, കം ടേക്ക് യുവർ സീറ്റ്. ഇത് ഐഷുവിന്റെ റിപ്പോർട്ട്സ് ആണ് മാഡം. നൗ സംവാട്ട് ബെറ്റർ വരുൺ. ഐഷുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. വളരെ നന്ദിയുണ്ട് ഡോക്ടർ. ഇന്ന് തൊട്ട് ഞാൻ ഐഷുവിനെ കെയർഫുൾ ആയിട്ട് നോക്കിക്കോളാം. ഇസ് ഷീ ഫുള്ളി റിക്കവേർഡ്? അങ്ങനെ ഒന്നുമില്ല. അവൾക്ക് നടന്ന പെയിൻഫുൾ ഇൻസിഡൻസ് കൊണ്ട് മെന്റലായിട്ട് ഡിസ്റ്റർബ് ആയി 2 months അൺകോൺഷ്യസ് ആയി പോയി. അവളുടെ ഹെൽത്തും കുറച്ച് അപ്സെറ്റ് ആയിരുന്നു. ഹായ് ഐഷു. ഹായ് വരുൺ. എന്താ ഇത്ര ലേറ്റ്? ഓഫീസിൽ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ലേറ്റ് ആയി. ദേ വന്നോണ്ടിരിക്കുക. പിന്നെ ഫുഡ്? ഓക്കെ, ഓൺലൈനിൽ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു. ഓക്കെ വരുൺ, ബൈ. വരുൺ ഒരു മിനിറ്റ്, ആരോ ഇവിടെ കാർ സ്റ്റോപ്പ് ചെയ്തു. കാർ നിർത്ത്. എടാ, ഇവിടെ നമ്മുടെ കാറിൽ കേട്ടോ. പേടിയാവുന്നു. ഐഷു, വരുൺ, ഐഷു, ഹലോ. വരുൺ, വിട്. ആരാ നിങ്ങളൊക്കെ? വിട്, വിട്. ജസ്റ്റ് ഫ്യൂ ഡേയ്സ് ബാക്ക് അവൾ റിക്കവർ ആയിട്ടുണ്ട്. ലക്കി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നടന്ന ഒരു കാര്യം അവൾക്ക് ഓർമ്മയില്ല. ഇപ്പോൾ കുറച്ച് ആരോഗ്യമുള്ളതായിട്ടാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ വരുൺ. അവൾക്കുള്ള സ്കിസോഫീനിയ മെന്റൽ ഡിസോർഡർ കാരണം അവൾ എന്താ ചെയ്യുന്നത്, എന്താ പറയുന്നതെന്ന്, എന്താ വിചാരിക്കുന്നതെന്നൊന്നും അവൾക്ക് തന്നെ അറിയില്ല. അപ്പോ ട്രീറ്റ്മെന്റ് മൂലം ഈ കണ്ടീഷൻ ഒന്നും മാറത്തില്ല ഡോക്ടർ? ട്രീറ്റ്മെന്റ് ക്യാൻ ഹെൽപ്പ്, ബട്ട് ഹെർ കണ്ടീഷൻ കനോട്ട് ബി ക്യൂർഡ് വരുൺ. എത്ര ദിവസം വരെ ഇങ്ങനെ സഫറിംഗ് ഉണ്ടാവും ഡോക്ടർ? Maybe it can last for a year or for lifelong. കുറച്ച് ഇയേഴ്സ് അല്ലെങ്കിൽ ഫുൾ ലൈഫ് ലോങ് വരെ. She needs medical diagnosis also. അപ്പൊ അവള് ഫുള്ളായിട്ട് ശരിയാവാൻ പറ്റുമോ ഡോക്ടർ? No, not like that. ഈ ഡിസോർഡർ അഫക്ട് ചെയ്തവർക്ക് എങ്ങനെ ഇരിക്കുമെന്നോ എന്ത് ചെയ്യുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാരെയും പോലെ എപ്പോഴും നോർമൽ ആയിട്ട് ഇരിക്കും. സഡൻലി ഹാലൂസിനേഷനിലേക്ക് പോകും. നടക്കാത്ത കാര്യങ്ങൾ നടന്നെന്ന് വിചാരിക്കും. കേൾക്കാത്തത് കേട്ടതുപോലെ, കാണാത്തത് കണ്ടതുപോലെ, അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടും. ഇതൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ അസാധാരണമായ എന്തൊക്കെയോ ചെയ്തു കൂട്ടും. എപ്പോ എങ്ങനെ മാറുമെന്നോ എന്ത് രീതിയിൽ ബിഹേവ് ചെയ്യുമെന്നോ വി കാണ്ട് ഇമാജിൻ. ദേ ആർ വെരി ഡേഞ്ചറസ്. വളരെ കെയർഫുൾ ആയിരിക്കണം. സെക്ഷൽ അസാൾട്ട് അനുഭവിച്ച ഐഷുവിനെ നിങ്ങൾ ഒരിക്കലും സെക്സിന് അപ്രോച്ച് ചെയ്യാൻ പാടില്ല. മേ ബി അവൾക്ക് നടന്നതെല്ലാം ഓർമ്മ വന്ന് മെന്റലി റിയാക്ട് ചെയ്ത് മുഴുവനായിട്ട് ഭ്രാന്തിയായി മാറും. ഇല്ലെങ്കിൽ ജീവന് തന്നെ അപകടമാണ്. കുറച്ച് ലൊക്കേഷനും വെതറും ചേഞ്ച് ആയിട്ടുള്ള സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക്. അവൾക്ക് ഒരു ടെൻഷനും വറീസും വരാതെ നോക്കണം. ലെറ്റ്സ് ഹോപ്പ് ബെറ്റർ. Okay, I'll take very much care about Aishu, doctor.
അവൾ ഒരു പ്രാവശ്യം കണ്ടോട്ടെ. ഷുവർ, അവൾ ഓൾറെഡി റെഡിയായി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾക്കാണ് ട്രീറ്റ്മെന്റിന് വന്നതെന്നാ അവള് വിചാരിച്ചേക്കുന്നത്. നിങ്ങളും അവളോട് അങ്ങനെ തന്നെ ബിഹേവ് ചെയ്തോളൂ. ഓക്കെ ഡോക്ടർ, എന്നാ പൊക്കോട്ടെ. ഷുവർ. എന്ത് പറ്റി വരുൺ? ഡോക്ടറിന്റെ അടുത്ത് ചെക്കപ്പ് ചെയ്യാൻ ഇത്ര സമയം? ഞാൻ എത്ര നേരമായി കാത്തു നിൽക്കുക ഇവിടെ. എന്തിനാ ഇത്ര ലേറ്റ് ആയത്? സോറി ഐഷു, ഡോക്ടർ റൗണ്ട്സ് പോയത് കൊണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി. പോയാലോ? നിന്റെ തലവേദനയൊക്കെ ശരിയായോ? ഇറ്റ്സ് ബെറ്റർ. ഹലോ ഡോക്ടർ, ഹൗ ആർ യു? ഹായ് യേശു. ഡോക്ടർ, കുറെ ദിവസമായി വരുൺ നീ ഹെഡേക്ക് വരുന്നുണ്ട്. നല്ല വേദനയാ. ഒന്ന് കുറച്ച് മരുന്നൊക്കെ കൊടുക്കണം. ഡോണ്ട് വറി, ഹെഡേക്ക് വരാത്ത മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ Okay. മച്ച്. വരുൺ പോവാം. ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. വരുൺ, നാളെ രാവിലെ നമ്മൾ ഔട്ടിങ്ങിന് പോ. എന്ത് പറ്റി ഡിയർ? 1 minute. വരുൺ, ഐഷു, ഐഷു. വരുൺ, എന്നേക്ക് വരുൺ, അത് എന്ത് പറ്റി ഐഷു? നീ എന്താ ഇത്ര ടെൻഷൻ ആയിട്ടിരിക്കുന്ന? വരുൺ, ഈ റൂമിൽ ഏതോ ഭയങ്കരമായി മന്ത്രങ്ങൾ പഠിക്കുന്നത് പോലെ കേൾക്കുന്നുണ്ട്. എന്ത് മാന്ത്രികവും മന്ത്രവും കേട്ടാലും ഞാൻ നോക്കിക്കോളാം. ഓക്കെ? എല്ലാരെയും പോലെ നോർമൽ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സഡൻ ആയിട്ട് ഹാലൂസിനേഷനിലേക്ക് പോകും. നടക്കാത്തത് നടന്നതായിട്ട് വിചാരിക്കും, കേൾക്കാത്തത് കേട്ടതായിട്ടും കാണാത്തത് കണ്ടതായിട്ടും അങ്ങനെ എന്തൊക്കെയോ വിചാരിക്കും. സെക്ഷൽ അസോൾട്ട് അനുഭവിച്ച ഐഷുവിനെ നീ ഒരിക്കലും സെക്സിന് അപ്രോച്ച് ചെയ്യരുത്. മേ ബി അവൾക്ക് നടന്നത് ഓർമ്മ വന്ന് മെന്റലായിട്ട് റിയാക്ട് ചെയ്ത് വീണ്ടും ഭ്രാന്തിയായി മാറും. എന്ത് പറ്റി വരും? സോറി ഐഷു, കുറച്ച് അൺഈസി ആയിട്ടുണ്ട്. I'll take some rest. Oh my God! വരുൺ, 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 നോക്ക് മുയലിനെ ഇങ്ങനെ. ഞാനിത് കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നേക്കാം. നീ അതിനിപ്പുറം പോയി ഫ്രഷ് ആയിട്ട് വാ. ഐഷു, എന്താണിത്? ബെഡ്റൂമിൽ ഒരു മാസ്ക് മാൻ ഉണ്ട്. എന്ത്? ബെഡ്റൂമിൽ മാസ്ക് മാനോ? അതെ വരുൺ, ഞാൻ ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുമ്പോൾ സഡൻ ആയിട്ട് ആ മാസ്ക് മാൻ വന്ന് ബെഡ്റൂമിനകത്ത് എന്നെ റേപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തതാ. ഞാൻ അവനെ തല്ലി പുറത്തേക്ക് വന്നതാ. മാസ്ക് മാൻ നിന്നെ റേപ്പ് ചെയ്യാൻ നോക്കിയോ? നീ വാ, ഞാൻ കാണിച്ചു തരാം വരുൺ. ദേ നോക്ക്. എവിടെ പോയി? എന്തിയെ മാസ്ക് മാൻ എന്തിയെ? ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉള്ളവരുടെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല. എത്ര അടുപ്പമുള്ളവരായാലും സ്വന്തമായാലും എല്ലാവരെയും ശത്രുവായിട്ടേ കാണുള്ളൂ. അവർക്ക് ആരെന്ത് നല്ലത് ചെയ്താലും അവരെ ശത്രുവായിട്ട് മാത്രമേ കാണുള്ളൂ. ഒരു സൈക്കോ ആയിട്ട് മാറി അവരെ ഫുള്ളായിട്ട് ഉപദ്രവിക്കും. ചില സമയങ്ങളിൽ നമ്മളെയും കൂടെ അങ്ങനെയൊക്കെ ചെയ്യും. സോ ബി കെയർഫുൾ. ഹായ് രാജ്. ഹായ് ഹലോ നീതു. വരുൺ.
നാളെ ഞങ്ങൾ രണ്ടുപേരും ബോട്ടിങ്ങിന് പോവാണ്. നിങ്ങളും കൂടെ വരുന്നുണ്ടോ? നോ നീതു, യു പീപ്പിൾ ക്യാരി ഓൺ. നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം. എനിക്ക് സിറ്റി പണിയുണ്ട്. ഇറ്റ്സ് ഓക്കെ ബ്രോ. ഐഷു, ഐഷു, എന്ത് പറ്റി ഐഷുവിന്? ഇതൊക്കെ എങ്ങനെയാ? പേടിക്കേണ്ട ഒന്നുമില്ല വരുൺ. ഐഷുവിന് ഒരു ചെറിയ ആക്സിഡന്റ് ആയി. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഓ, താങ്ക് യു വെരി മച്ച് രാജ്. ഇറ്റ്സ് ഓക്കെ ബ്രോ. നീ എന്ത് ചെയ്യുക ഐഷു? ഓ, ഗെയിമാ? ദാഹം എടുക്കുന്നു. നിന്നെ വെള്ളം തരാം. കുടിക്ക്, കുടിക്ക്, നന്നായിട്ട് കുടിക്ക്, കുടിക്ക്. വെള്ളം വേണമായിരുന്നല്ലേ? കുടിക്ക്, കുടിക്ക്, നന്നായിട്ട് കുടിക്ക്. കുറച്ചുകൂടി കുടിക്ക്. കുടിക്കണോ? പ്ലീസ് ഐഷു. ആ നീത്തോന്റെ കൂടെ ചുറ്റി കളിച്ചത് നിനക്ക് ഓർമ്മയില്ലല്ലേ? ആ, നിന്റെ മരണത്തിന്റെ സമയം വന്നു. നിന്നെ ഞാൻ വെറുതെ വിടൂല. നിന്നെ കൊല്ലും ഞാൻ. വെറുതെ വിടൂല ഞാൻ. ഐഷു, പ്ലീസ് ഐഷു, എന്നെ വിട്ടേക്ക് ഐഷു. ഛേ. എന്തു പറ്റി ഐഷു? എന്തിനങ്ങനെ പേടിച്ച് ഓടി വരുന്നേ? വരുൺ, വരുൺ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ പിറകെ വരുവാണ്. വരുൺ, നിന്നെന്തിനാണ് കൊല്ലാൻ നോക്കുന്നത്? എന്തിനെന്നോ, അവന് നിന്റെ ഗേൾഫ്രണ്ട് നീതുവിനോട് ഇല്ലീഗൽ അഫയർ ഉണ്ട്. അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചത് കൊണ്ട് അവൻ എന്നെ കൊല്ലാൻ നോക്കുക. ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടി വന്നു. നോ ഐഷു, എനിക്ക് വരുണിനെ കുറിച്ച് അറിയാം. ഈസ് എ ജെന്റിൽമാൻ ആൻഡ് ഐ നോ അബൌട്ട് നീതു. അവൻ എപ്പോഴും അങ്ങനെ ചെയ്യില്ല. നീ അവനെ തെറ്റായി മനസ്സിലാക്കിയിരിക്കുകയാണ്. റിലാക്സ് ഐഷു, റിലാക്സ്. ഞാൻ നിന്നെ ഗസ്റ്റ് ഹൗസിൽ ഡ്രോപ്പ് ചെയ്യാം. എടോ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? അവര് രണ്ടുപേരും ചേർന്ന് നിന്ന് ഞാൻ നേരിട്ട് കണ്ടതാ. ഷട്ടപ്പ് ഐഷു, നീ നിന്റെ ലിമിറ്റ്സ് കടക്കുന്നുണ്ട്. അവർ രണ്ടുപേരും വളരെ നല്ലവരാണ്. എനിക്ക് നന്നായി അറിയാം. അപ്പോ ഞാൻ നുണ പറയുവാണോ? ഞാൻ കള്ളം പറയുവാണോ? എന്നെ വിശ്വാസല്ലേ? നിന്റെ ഗേൾഫ്രണ്ട് അവന്റെ കൂടെ ചുറ്റി കളിക്കുകയാണ്. നീ ഇവിടെ ഇരുന്ന് കൈ തട്ടി കളിക്കുക. ഐഷു, കൂടുതൽ സംസാരിക്കലേ, പോ. അപ്പോ നീ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാം. ഞാൻ തന്നെ എല്ലാം ചെയ്യാം. ഞാൻ എല്ലാം നോക്കിക്കോളാം കേട്ടോ. ഞാൻ എല്ലാം ചെയ്തോളാം. ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്തോളാം. നോക്ക്, ഞാൻ എന്ത് ചെയ്യുന്നെന്ന് നോക്കിക്കോ. നോക്കടാ.
സർ 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 ഐഷു വരുൺ ആദ്യം റിലാക്സ് ആവും, എന്നിട്ട് എന്താണെന്ന് പറയും. ഓക്കെ ഓക്കെ ഓക്കെ, കൂൾ ഡൗൺ, നോക്കാൻ വരും. വരൂ സർ. ഐഷു, നിങ്ങളുടെ വിചാരം തെറ്റാണ്. വരുൺ നല്ലവനാണ്. വെപ്പൻ താഴോട്ട് സറണ്ടർ ആയിക്കേ, അല്ലെങ്കിൽ വരുൺ ടേബിളിന്റെ മുകളിൽ ഹാൻഡ് കഫ് ഉണ്ട്, എടുത്തോണ്ട് വരൂ. ഇവരെ ഞാൻ കൺട്രോൾ ചെയ്തോളാം. ഓക്കെ സർ. ഐഷു ഐഷു, നീ തെറ്റായിട്ട് വിചാരിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഐഷു, സത്യമായിട്ടോ പറയുന്നത്. ഐഷു, ഞാൻ പറയുന്നത് സത്യമാണ്, വിശ്വസിക്കേ. ഐഷു, ഇതിന് എനിക്ക് ഒരു സംബന്ധം പോലും ഇല്ല ഐഷു. ഞാൻ പറയുന്നത് സത്യം 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 ഐഷു, എന്നെ വിശ്വസിക്കും. നീ ചെയ്തതിന്റെ ശിക്ഷ നീ അനുഭവിച്ചേ തീരൂ. നമുക്ക് ഇവിടുന്ന് പോയേക്കാം ഐഷു, പ്ലീസ് ഐഷു. നമ്മൾ രണ്ടുപേരും എല്ലാം മറന്ന് സന്തോഷമായിട്ടിരിക്കാം, പ്ലീസ് ഐഷു. ഞാൻ പറയുന്ന കേക്ക്, ഇതെല്ലാം നിന്റെ ചിന്ത മാത്രമാണ് ഐഷു. ഐഷു ഐഷു, നീത്തു വേണോടാ, നിനക്ക് നീത്തു വേണോടാ. വാട്ട് ഐഷു, എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? വീട്ടില് ബോറടിക്കുന്നുണ്ടോ? വരുൺ എവിടെ പോയി? വരുണിന് സിറ്റിയിൽ എന്തോ പണിയുണ്ടെന്ന് പോയി. പോകുന്ന വഴിക്ക് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. എപ്പോഴും ഇവിടെ വരാറുണ്ട്. ഇന്ന് 2-3 തവണ ഇവിടെ കോൾ ചെയ്തായിരുന്നു. ഞാൻ കോൾസ് എല്ലാം കട്ട് ചെയ്തു. സിഗ്നൽ പ്രോബ്ലം നീത്തു. എപ്പോഴെങ്കിലും എന്റെ ഗസ്റ്റ് ഹൗസിൽ സിഗ്നൽ കിട്ടത്തുള്ളൂ. ഓ ദാറ്റ്സ് ഓക്കേ. യു ബി സീറ്റഡ്. ഐ വിൽ ഗെറ്റ് സംതിങ് ഫോർ യു. ഓക്കേ? യാ ഷുവർ. താങ്ക് യു നീത്തു. ജസ്റ്റ് എ മിനിറ്റ്, ഐ വിൽ അറ്റൻഡ് ദ കോൾ. യാ ഷുവർ ഷുവർ. Hey, sorry, it's my mom's call. Oh, it's okay. Just some family matters. നീത്തു വേണോടാ. കോവിഡ് നീത്തു, നീത്തുന്റെ അടുത്തേക്ക് പോ. അവളുടെ അടുത്തേക്ക് പൊക്കോ. പേഴ്സണാലിറ്റി ക്രൂരമായി മാറിപ്പോയി ഐഷു.
അവളുടെ പ്രാണനേക്കാൾ സ്നേഹിച്ച അവളുടെ വരുണിനെ അതിദാരുണമായി ഷൂട്ട് ചെയ്ത് കൊല ചെയ്തു. ചില നേരങ്ങൾ മുഴു ഭ്രാന്തിയായി മാറിപ്പോയി.